അതും ഞാൻ പറയാം. 1 ഏക്കറിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ 40,000 50,000 വേണ്ടിവരും. ആ ചെലവ് മിച്ചം പിടിക്കണമെങ്കിൽ 1 ഏക്കർക്ക് എത്രയാകും? 50 തൊട്ട് 60,000 വരെ. തുടക്കത്തിൽ വിളവ് കുറവായിരിക്കും. ഓക്കെ. വളരും തോറും അത് കൂടിക്കൊണ്ടേയിരിക്കും. നല്ല വിളവുണ്ടാകും. ഇവിടെ വിളയുന്ന എല്ലാം തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുകയാണ്. അമേരിക്ക, ഫ്രാൻസ്, യൂറോപ്പ് അങ്ങനെയുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക്. കാര്യം ഞാൻ ഒറ്റ വാക്കിൽ പറയാം. $10 ബില്യൺ മാർക്കറ്റ് കർഷകർക്കായും മുരിങ്ങ കൃഷിക്കായും കാത്തിരിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ പ്രചാരം നേടുന്ന ഒരു സൂപ്പർ ഫുഡാണ് മുരിങ്ങ. നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉയർന്ന ഡിമാൻഡും ഉള്ളതിനാൽ മുരിങ്ങ അടിസ്ഥാനമായി ഒരു ബിസിനസ് ആരംഭിക്കുന്നത് ഏറെ ലാഭകരമായ ഒരു അവസരമാണ്. വിജയകരമായി ഒരു മുരിങ്ങ ബിസിനസ് ആരംഭിക്കുന്നതിനും അത് വളർത്തുന്നതിനും നിങ്ങൾ അറിയേണ്ടതെല്ലാം ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഈ കോഴ്സിൽ മുരിങ്ങ പൗഡറിന്റെ വിപണിയും ഡിമാൻഡും മനസ്സിലാക്കുന്നത് മുതൽ മുരിങ്ങ എങ്ങനെ വളർത്താം, വിളവെടുക്കാം എന്നിവ അടങ്ങിയ പ്രായോഗിക നുറുങ്ങുകൾ വരെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ ബസയ്യ ഹീറോ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഈ കാണുന്ന കൃഷിനിലത്തിന്റെ എല്ലാം മുതലാളി. മാത്രമല്ല ഈ ഫാക്ടറിയുടെ മുതലാളി ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഇവിടെ മുരിങ്ങയിലെ വിളവെടുപ്പ് നടത്തി അത് ഉണക്കിയെടുത്ത് പ്രോസസ്സിംഗ് ചെയ്ത് അത് പൊടിയാക്കി പാക്ക് ചെയ്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്നറിയാം. സർ നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ സമയം കണ്ടെത്തി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് താങ്കൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞ് കർഷകർക്ക് നല്ലത് നടക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു സർ. താങ്ക് യു ഫോർ കമ്മിങ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സർ. നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച് സർ. സാർ, എനിക്ക് ആദ്യം അറിയേണ്ടത്, സാർ IT ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. താങ്കൾ ഇൻഫോസിസ്, BL അതുപോലെ പല പല നാടുകളിലും വിദേശങ്ങളിലുമായിട്ട് ഒരുപാട് കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. താങ്കൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. WHO ഒരു റിപ്പോർട്ട് കണ്ടപ്പോഴാണ് പെട്ടെന്ന് താങ്കൾക്ക് തോന്നി, ഞാനിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കെന്റെ നാടിനു വേണ്ടി സേവനം ചെയ്യണമെന്ന്. ശരിക്കും ആ WHO റിപ്പോർട്ട് എന്തായിരുന്നു? അതും ഈ മുരിങ്ങയിലും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? അതെങ്ങനെയാണ് സാറിനെ ഇവിടെ എത്തിച്ചത്? ഏതൊക്കെ രാജ്യങ്ങളിലാണ് മുരിങ്ങ കൃഷി ചെയ്യുന്നത്, അതായത് ഏഷ്യയിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും പോഷകക്കുറവുണ്ട്. കാരണം ഇവിടെ വിളയുന്ന എല്ലാം തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുകയാണ്. അമേരിക്ക, ഫ്രാൻസ്, യൂറോപ്പ് അങ്ങനെയുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക്. നമ്മൾ ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കേട്ടുകാണും, മാൾ ന്യൂട്രീഷൻ കാരണം നമ്മുടെ രാജ്യത്ത് ധാരാളം കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. TB ക്യാൻസർ രോഗികൾ കൂടി വരികയാണ്. പ്രമേഹ രോഗികളുടെ എണ്ണവും കൂടുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ശരിക്കുള്ള റിപ്പോർട്ടാണിത്. എവിടെ എങ്ങനെയൊക്കെയാണെന്ന്. മുരിങ്ങ മരമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് മുരിങ്ങക്കായെക്കുറിച്ചാണ്. ചില സിനിമകളിലൊക്കെ മുരിങ്ങക്കായ കഴിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. പല മീഡിയകളിലും കണ്ടിട്ടുണ്ട്. മുരിങ്ങ എന്ന വാക്കിന് സംസ്കൃതത്തിലുള്ള അർത്ഥം നോക്കുകയാണെങ്കിൽ അത് ജീവിതത്തിന് ഒരു വലിയ ശക്തിയായി, അതായത് ശക്തി നൽകുമെന്നാണ് പറയുന്നത്. ഇതിലൂടെ എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മാൾ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ പോഷകക്കുറവ്, അതായത് കുഞ്ഞുങ്ങൾക്ക് പോഷകക്കുറവിന്റെ ഇൻബാലൻസ് മൂലമുണ്ടാകുന്ന ഡിസീസുകൾ, അതായത് ഡെവലപ്പാകാൻ സാധ്യതയുള്ള ഡിസീസുകൾ. ഇതിനെയാണ് നമ്മൾ പോഷകക്കുറവ് എന്ന് പറയുന്നത്. പോഷകക്കുറവ് പരിഹരിക്കണമെങ്കിൽ എല്ലാ പോഷകങ്ങളും കിട്ടണം. അതായത് വിറ്റമിൻസ് വേണം, മിനറൽസ് വേണം, പോഷകം തരുന്ന എല്ലാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതാത് സമയങ്ങളിൽ, അവർ വളരുന്ന സമയങ്ങളിൽ ആവശ്യമുള്ള പോഷകം ലഭിക്കുന്നില്ല. അവർക്ക് പോഷകത്തിന്റെ കുറവുണ്ടാകുന്നു. മുരിങ്ങയിലയിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ പോഷകവും അതിലുണ്ട്. ഏതും ഇല്ലെന്ന് പറയാനാവില്ല. 92 ന്യൂട്രിയൻസ്, 46 ആന്റി ഓക്സിഡന്റ്സ്, 18 അമിനോ ആസിഡ്. അതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് 9 ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സിങ്ക്, അയൺ, കോപ്പർ, കാൽഷ്യം, പൊട്ടാസ്യം, യു നെയിം എനിത്തിങ് എല്ലാം അതിലുണ്ട്. omega-3, omega-6, omega-9. ഇതുകൊണ്ടാണ് ഇത് ലോകത്തിലെ ടോപ്പ് 5 to 6 സൂപ്പർ ഫുഡ് ലിസ്റ്റിൽ ഇന്ത്യയിൽ വിളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന എല്ലാ കൃഷിയിലും ഒരേ ഒരു സൂപ്പർ ഫുഡ് എന്ന പേര് വന്നിരിക്കുന്നത് വെജിറ്റബിളില് മുരിങ്ങയിലയാണ്. കൊള്ളാം, സൂപ്പർ. ഇത് പുരാണത്തിൽ തന്നെയുണ്ട്. 4000-5000 വർഷങ്ങൾക്ക് മുൻപ് ചക്രവർത്തിമാർ, എംപയേഴ്സ്, അതായത് രാജാക്കന്മാർ, കൂടാതെ മഹാറാണിമാരുമാണ് ഉപയോഗിച്ചിരുന്നത്. മുരിങ്ങ കൃഷി എന്ന കോഴ്സിലെ പ്രാധാന്യം ആഗോള ഡിമാൻഡ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിലെ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. മുരിങ്ങ കൃഷി ആരംഭിക്കുന്നതിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. കൂടാതെ വിളവെടുപ്പ് രീതി, വിളവെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ, ഉണക്കൽ പ്രക്രിയ, പ്രോസസ്സിംഗും മൂലവർദ്ധനവും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനായി മുരിങ്ങ കൾട്ടിവേഷൻ കോഴ്സിലെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാൽ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം.
ബുദ്ധിശക്തിക്കും ഓർമ്മശക്തി കൂടാനും കോൺസെൻട്രേഷനും ഇതിനൊക്കെയാണ് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത്. രാജ്ഞിമാർ അവരുടെ സ്കിൻ ഡിസീസസ് കൂടാതെ അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നു. 5000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ നമ്മുടെ സ്വന്തം വിളയായ ഈ മുരിങ്ങ, അതായത് നമ്മുടെ നാടിന്റെ മണ്ണിന് ചേർന്ന ഒരു വിളയാണ്. ലോകരാജ്യങ്ങൾക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തുകൂടി ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം വേണം. ഈ ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് കഴിക്കുന്നതുകൊണ്ട് ഇതിന് ഏജ് പ്രശ്നമല്ല. 6 മാസം മുതൽ 85 വയസ്സ് വരെയുള്ള വൃദ്ധന്മാർ വരെ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. എല്ലാം കൊണ്ടും നല്ലതാണ്. കർഷകരായാലും സുഹൃത്തുക്കളായാലും ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റിതാണ്. എന്ത് കൃഷി ചെയ്താൽ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കും? കാരണം നമ്മുടെ അടുത്ത തോട്ടത്തിൽ എന്താണ് കൃഷി ചെയ്യുന്നതെന്ന് അത് നോക്കിയാണ് നമ്മളും കൃഷി ഇറക്കുന്നത്. എന്താണ് വിതയ്ക്കുന്നത്? ഡിമാൻഡ് നല്ലതാണോ? ആവശ്യം ഒരുപാടുണ്ടോ? ഇതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമോ? അക്കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ കൃഷി ഇറക്കുകയാണെങ്കിൽ വിളവെടുപ്പിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്ക് അടുത്ത 3 മാസത്തേക്കുള്ള വില എന്താണെന്ന് അറിയാൻ പറ്റില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ വിളവിറക്കിയിരിക്കുന്നു, പക്ഷെ വിളവെടുപ്പ് നടക്കുന്ന സമയത്ത് വില കുറഞ്ഞു പോകുന്നു. ഇദ്ദേഹം ബസായ മട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. സർ IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു, ഒരുപാട് ശമ്പളം കിട്ടിയിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് കാർഷിക വൃത്തിയിലേക്ക് വരണമെന്ന് എങ്ങനെയാണ് തോന്നിയത്? ഇതിനു മുമ്പ് താങ്കൾക്ക് കൃഷി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നോ? മുരിങ്ങയിലെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നോ? കൃഷിയിലേക്ക് വരാൻ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഞാൻ IT-യിൽ ജോലി ചെയ്യുമ്പോൾ US-ൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ, അതായത് ഒരിക്കൽ ഞാൻ കാറിൽ വരികയായിരുന്നു. കാലത്ത് ഒരു 6-6:30 ആയി കാണും. ആ സമയത്ത് വീടുകളിൽ നിന്ന് പശുക്കളെ അഴിച്ചുവിടാറുണ്ട്. അവയ്ക്ക് തിന്നാനുള്ള ഇലകളൊക്കെ അവിടെ കൂട്ടിവെച്ചിട്ടുണ്ടാവും. ഞാൻ പോകുന്ന വഴിക്ക്, അതായത് വഴിയരികിൽ പച്ചിലകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു പശു ചത്തു കിടക്കുന്നു. ഓക്കെ. നമ്മുടെ ഈ കർണാടകത്തിൽ എത്രയധികം പെസ്റ്റിസൈഡ്സ്, ടോക്സിക് കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് പോലും ചേരാത്ത രീതിയിലാണ് നമ്മൾ ടോക്സിക് ഉപയോഗിച്ച് കൃഷി ഇറക്കി വിളവെടുക്കുന്നത്. ഇത് മനുഷ്യൻ കഴിക്കുമ്പോൾ ഇടയ്ക്ക് വന്ന റിപ്പോർട്ട് അനുസരിച്ച് 51% കർഷകർക്ക് ശരീരത്തിൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടെന്നാണ്. ആ പശു ചത്തുകിടന്ന അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തതാണ്. അതായത് അന്ന് തന്നെ ഞാൻ WHO-ന്റെ റിപ്പോർട്ട് നോക്കി. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചത്. എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വിഷം കൊടുക്കുന്നതിന് പകരം അമൃതം കൊടുക്കണമെന്നാണ്. ഓർഗാനിക് മാത്രമേ ഉള്ളൂ അതിന് ഒരേ ഒരു വഴി. അതായത് ആരുടെ കയ്യിൽ നിന്നും, ഒരു ഫെർട്ടിലൈസേഴ്സ് കമ്പനിയിൽ നിന്നും ഒരു സാധനവും മേടിക്കാൻ പാടില്ല. എന്റെ നിലത്തിനു വേണ്ടി ഞാൻ തന്നെ ജൈവവളം നിർമ്മിച്ച് ആ ജൈവവളം ഉപയോഗിച്ച് കൃഷി ഇറക്കി വിളവെടുക്കണം. അതാണ് എന്റെ ലക്ഷ്യം. ആ ധാന്യം എല്ലാവർക്കും പ്രയോജനപ്പെടണം. ഇത് ചുമ്മാ ഞാൻ ഗോതമ്പ് വിളവെടുത്ത് വയറ് നിറച്ചു, അരി വിളവെടുത്ത് വയറ് നിറച്ചു എന്ന് പറഞ്ഞ പോലാവില്ല. ഇതെങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ മുളകുപൊടി, മല്ലിപ്പൊടി, കാപ്പിപ്പൊടി ഉള്ളതുപോലെ മുരിങ്ങപ്പൊടിയും ഉണ്ടാവണം. ഇതുപോലെയുള്ളൊരു കാര്യത്തിന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ മുരിങ്ങ. മറ്റൊന്ന്, ഞാൻ ഉത്തര കർണാടകക്കാരനാ, കല്യാണ കർണാടകക്കാരൻ. ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? വെയില്, മഴയില്ല. ഈ മണ്ണിനെ ചേരുന്ന ഒരു കൃഷിയാണ് മുരിങ്ങ. വളരെ കുറഞ്ഞ ചെലവിൽ മുരിങ്ങ കൃഷി ചെയ്യാൻ പറ്റും. ഈ മുരിങ്ങ കൃഷിയിൽ രോഗങ്ങൾ കുറവായിരിക്കും. ശരി, അപ്പോ താങ്കൾ എപ്പോഴാണ് ഈ കൃഷി തുടങ്ങിയത്? അതായത് ആക്ച്വലി ഇത് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ക്രെഡിറ്റ് എനിക്ക് മാത്രമായിട്ട് വേണ്ട. എന്റെ കൂടെ എന്റെ മരുമക്കളുണ്ട്, ചെമ്പസ്വാനും ഗൗരി ശങ്കറും. അവരാണ് എന്റെ ബാക്ക് ബോൺ. എന്നെ ലക്ഷ്യത്തിലെത്താൻ സഹായിച്ചത് അവരാണ്. ശരിക്കും എപ്പോഴാണ് തുടങ്ങിയത്? 2015-ലാണ് ഞാൻ ലാൻഡ് മേടിച്ചത്. എന്റെ അച്ഛന്റെ സ്ഥലം ഉണ്ടായിരുന്നു 30 ഏക്കർ. ഞാനായിട്ട് മേടിച്ചത് 2015-ലാ. വർഷാവസാനമായിരുന്നു മേടിച്ചത്. എല്ലാം വൃത്തിയാക്കി 2016-ലാണ് ഓർഗാനിക് കൾട്ടിവേഷൻ ആരംഭിക്കുന്നത്. ഇപ്പോ താങ്കൾ എത്ര ഏക്കറിൽ മുരിങ്ങമരം വളർത്തുന്നുണ്ട്? ഇപ്പൊ ഞങ്ങൾ മോർ ദാൻ 85 ഏക്കേഴ്സിൽ കൃഷി ചെയ്യുന്നുണ്ട്. 100+ ഏക്കേഴ്സ് ഉണ്ട്. പക്ഷെ അതിലൊരു 85 ഏക്കേഴ്സിലെ കൃഷി ചെയ്യുന്നുള്ളൂ. അപ്പോ ഇനി ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ചെയ്യണമെന്നുണ്ട്, എല്ലാവർക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങിക്കുന്നില്ല എന്ന് പറയും. താങ്കൾക്ക് ആ പ്രശ്നമുണ്ടോ, അതോ ഉൽപ്പന്നങ്ങൾ തികയാതെ വരുന്നുണ്ടോ? മതിയാകുന്നില്ല. അടിപൊളി. അതായത് ഒരു കാര്യം ഞാൻ ഒറ്റ വാക്കിൽ പറയാം. $10 ബില്യൺ മാർക്കറ്റ് കർഷകർക്കായും മുരിങ്ങ കൃഷിക്കായും കാത്തിരിക്കുന്നുണ്ട്. ഇനി 10 വർഷം കഴിഞ്ഞാലും ഇത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയില്ല. $10 ബില്യൺ എന്ന് പറഞ്ഞാൽ 85,000 കോടി. 85,000 കോടി വിലയുള്ള മുരിങ്ങയില ഡിമാൻഡിലാണ്. അതിനൊരുപാട് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ അത് കൃഷി ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ പോലും മുരിങ്ങയ്ക്ക പറിച്ചിട്ട് അതിന്റെ ഇല എടുത്ത് നമ്മൾ മാടിനിട്ട് കൊടുക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സർ, ഞാൻ താങ്കളെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, താങ്കളുടെ കുടുംബത്തിന് ശരിക്കും 30 ഏക്കർ സ്ഥലമുണ്ടെന്നുള്ളതാണ്. അതുകൂടാതെ താങ്കൾ IT മേഖലയിൽ ജോലി ചെയ്തിരുന്നു. അതെല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒരു സാധാരണ കർഷകൻ ഇതുപോലൊരു കൃഷി ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്തുമാത്രം സ്ഥലം ആവശ്യമായിട്ട് വരും? മിനിമം ഒരു 5 ഏക്കർ ഉണ്ടെങ്കിൽ
അവർക്ക് സബ്സ്റ്റൻഷ്യൽ ക്വാണ്ടിറ്റി നിന്ന് കിട്ടും. ഓ, അതായത് സെയിൽ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി തീർച്ചയായും അവർക്ക് കിട്ടും. അത് ശരിയാണ്. 4 മുതൽ 5 ഏക്കർ അപ്പോ ഒരു 1-2 ഏക്കർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ കൃഷി തീർച്ചയായും തുടങ്ങാൻ പറ്റും അല്ലേ? ചെയ്യാം. അത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കണമെങ്കിൽ. അതിന് പകരമായി 2 ഏക്കറിലും ചെയ്യാൻ പറ്റും. ഗ്രാമത്തിലുള്ള 5 പേർ ചേർന്നാൽ 10 ഏക്കർ ആവുമല്ലോ. ഓരോരുത്തരുടെയും 2 ഏക്കർ. അതെ, അത് വളരെ ഒരു ശരിയാണ്. സോളാർ ഡ്രയർ മതി, ഒരേ ഒരു വാഷിംഗ് യൂണിറ്റും മതി. എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനിഷ്യലായിട്ട് ഇത് തുടങ്ങുമ്പോൾ തന്നെ താങ്കൾ അതിനാവശ്യമുള്ള സോളാർ ഡ്രയർ, പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയൊക്കെ സെറ്റപ്പ് ചെയ്തായിരുന്നു? ഇല്ല, ഞങ്ങൾ തുടക്കത്തിൽ യാതൊരുവിധ വാല്യൂ എഡിഷൻ പ്രോസസ്സും ഓ, ചെയ്തില്ല. അത് ശരി. ഞങ്ങൾ വെറും സോളാർ ഡ്രയർ, വാഷിംഗ് യൂണിറ്റ്, ലീഫ് ഹാർവെസ്റ്റിംഗ് ഇതാണ് ചെയ്തത്. അതായത് ഉണങ്ങിയിലയാണ് നിങ്ങൾ കച്ചവടം ചെയ്തിരുന്നത്. ഇല ഉണക്കി, പിന്നെ ചെറിയൊരു പാലോറൈസർ മെഷീൻ വാങ്ങിച്ചു. പൗഡറാക്കി തരൂ, ഞങ്ങൾക്ക് നിറയെ ലോഡ് തരാമെന്ന് പറഞ്ഞു. അവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഞങ്ങൾ കൊടുത്തു. അവർ റീപൾവറൈസ് ചെയ്ത് കയറ്റുമതി ചെയ്തു. മുരിങ്ങ കൃഷി എന്ന കോഴ്സിലെ പ്രാധാന്യം, ആഗോള ഡിമാൻഡ് എന്നിവ അടങ്ങിയ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഈ കോഴ്സ് മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി ഒരു മുരിങ്ങ കൃഷി ആരംഭിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.